SIFLന് ചരിത്രത്തിലെ റെക്കോർഡ് വിറ്റുവരവ്. അത്താണിയിലുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവ് എന്ന സർവകാല റെക്കോർഡ് നേട്ടവും 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും 2.8 കോടി രൂപയുടെ അറ്റാദായവും കൈവരിച്ചു. വിറ്റുവരവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12% വളർച്ചയാണ് കമ്പനി കൈവരിച്ചതെന്ന് വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ അറിയിച്ചു. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ അഭിമാനമായ ISROയിലേക്കും DRDO, DMDO, ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ്, ഇന്ത്യൻ നേവി, HAL തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും വേണ്ട വിവിധ തരം ഫോർജിങ്സുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചു നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് 2006 ആയപ്പോഴേക്കും SIFL എത്തിച്ചേർന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ജനീവ ആസ്ഥാനമായുള്ള യൂറോപ്യൻ യൂണിയൻ ന്യൂക്ലിയർ റിസർച്ചിൽ നിന്നും 3.5 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയും ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെ 24 രാജ്യങ്ങൾ അംഗമായ യൂറോപ്യൻ യൂണിയൻ ന്യൂക്ലിയർ റിസർച്ചിൽ നിന്നും ആദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിന് ന്യൂക്ലിയർ പ്രൊജക്ടിന് ആവശ്യമായ അതിസങ്കീർണമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ ലഭിക്കുന്നത്. SIFL ഫോർജിങ്സുകൾ USA, ഖത്തർ, തുർക്കി, UAE, KSA, പോളണ്ട് എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു വരുന്നു. വ്യോമയാന പ്രതിരോധ മേഖലകളിൽ വർഷങ്ങളായി നടത്തിവരുന്ന ഉൽപ്പന്നാധിഷ്ഠിത ഗവേഷണ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലും ഹെലികോപ്റ്ററിന്റെ അതിസങ്കീർണമായ ഫോർജിങ്സുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ HAL നിന്നും പ്രശസ്തി പത്രം SIFLന് 2025 ലഭിച്ചു. 5 വർഷത്തിനകം 250 കോടി വിറ്റുവരവാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡയറക്ടറുമായ മേരി തോമസ്, MD കമാൻഡർ സുരേഷ്, ജനറൽ മാനേജർമാരായ PK മൻസൂർ, A അനിൽ ബോസ്, യൂണിയൻ ഭാരവാഹികളായ UK വാസു, പ്രതാപൻ എന്നിവർ പങ്കെടുത്തു.